എൻ്റെ സാറേ ഞാൻ കണ്ടിട്ടില്ല. അന്നാണേലും ഞാനത് കണ്ടില്ല. ഞാൻ ഒരൊച്ച കേട്ടേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ താന്ന് കിടക്കുമായിരുന്നു. തന്ന് അവളോട് ഞാൻ പഞ്ചാടിക്ക് പഞ്ചസാര എന്നിട്ട് ഒരു പിന്നെ ഈ ശർക്കരയും വായിലിട്ട് ഞാൻ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പുറം എൻ്റെ മുറി. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാനറിയത്തില്ല. ഈ നോബി ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പപ്പായും ഞാനും ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അവിടെ കിടക്കാതെ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവന് അമിതമായിട്ട് കുടിച്ചും കണ്ടിട്ടില്ല. ഞാൻ ഇനിയും മക്കളും മരിച്ച് ഒരാഴ്ചയായിട്ടും മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കേസിൽ ഏറെ നിർണായകമായ ഫോൺ ആവശ്യപ്പെട്ട് പലതവണ പോലീസ് കുടുംബത്തെ സമീപിച്ചിരുന്നു. ഇതിനിടെ ഫോൺ മാറ്റിയത് കുടുംബത്തിലെ ആരെങ്കിലുമാണോ എന്ന സംശയവും പോലീസിനുണ്ടായി. ഫോൺ കാണാതായതിലെ ദുരൂഹത വാർത്തയായതിന് പിന്നാലെയാണ് ഇന്ന് ഷൈനിയുടെ വീട്ടിൽ നിന്ന് ഫോൺ കണ്ടെത്തിയത്. സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ഫോൺ ലോക്കായ നിലയിലാണ്. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ ലോക്ക് അഴിച്ച ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മരിക്കുന്നതിന്റെ തലേന്ന് ഭർത്താവ് നോബി ലൂക്കോസ് ഫോണിൽ വിളിച്ച് അധിക്ഷേപിച്ചതാണ് ആത്മഹത്യാ പ്രേരണയെന്നാണ് പോലീസ് നിഗമനം. ഇത് മുൻനിർത്തിയാണ് നോബി ലൂക്കോസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഷൈനി ഉപയോഗിച്ചിരുന്ന ഫോൺ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഈ ഒരു ഫോൺ ഇത്രയും ദിവസമായിട്ടും എങ്ങു നിന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഈ ഒരു ഫോൺ എവിടെ പോയി എന്ന് പോലീസ് പലതവണ ഈ പറയുന്ന ഷൈനിയുടെ വീട്ടുകാരോട് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതിനിടയിലാണ് ഈ പറയുന്ന ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര് ഇതിലേക്ക് എത്തിയത്. ജെയ്സൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ പേര് ഇതിലേക്ക് എത്തുന്നത്. പുള്ളിക്കാരൻ്റെ കാറിൻ്റെ ഉള്ളിൽ നിന്നും ഈ പറയുന്ന ഫോൺ കിട്ടി എന്ന രീതിയിലും ആ കാറിൻ്റെ ഉള്ളിലാണ് ഈ ഫോൺ ഉള്ളത് എന്ന രീതിയിലും വാർത്തകൾ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും പോലീസിനോട് പറഞ്ഞു ഞങ്ങൾക്കറിയത്തില്ല ഫോണെന്ന് ഈ പറയുന്ന ഷൈനിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഫോൺ കിട്ടിയത് എവിടെ നിന്നാണ്? ഷൈനിയുടെ കട്ടിലിൽ നിന്നാണ് കിട്ടിയത്. ഇതിനു മുമ്പ് പറഞ്ഞു ഷൈനിയുടെ കട്ടിലിൽ നിന്നും കിട്ടിയെന്നും പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ഷൈനിയുടെ മാതാപിതാക്കൾ പറഞ്ഞത്. എന്നാൽ ഈ ഫോൺ എന്തുകൊണ്ടാണ് ഒളിപ്പിച്ചു വെച്ചത്? അതോടൊപ്പം തന്നെ ഈ ഫോണിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ എന്തിനാണ് കൊടുത്തത്? ഇതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഫോണിലാണ് ഈ പറയുന്ന ഷൈനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും കിടക്കുന്നത്. ഈ ഒരു ഫോൺ എന്തുകൊണ്ടാണ് ഈ സ്വന്തം വീട്ടിലെ അപ്പനും അമ്മയും ഇത് മറച്ചു വെച്ചത്? അവസാനം നെക്കിക്കണ്ണി ഇല്ലാതെയാണ് ഈ ഫോണ് കട്ടിലെ വെച്ച് കിട്ടി എന്ന് പറഞ്ഞതും അതോടൊപ്പം തന്നെ ഇത് ലോക്കായ നിലയിലാണെന്നും പറയുകയൊക്കെ ഉണ്ടായത്. എന്തായാലും ആ വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഷൈനിയെ ഒരു തരത്തിൽ പോലും നോബി ഉപദ്രവിച്ചിട്ടില്ല എന്നും നോബി ഏതാണ്ട് അങ്ങ് നല്ല പിള്ളയാണ് എന്ന രീതിയിലുമാണ് നോബിയുടെ അമ്മ പറയുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ടു നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാം. കണ്ണൂരിൽ മക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. പറവലിക്കലിലെ ഷൈനിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് ഫോൺ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പോലീസ് ഫോൺ അന്വേഷിച്ചപ്പോൾ എവിടെയെന്ന് അറിയില്ലെന്നായിരുന്നു മാതാപിതാക്കളുടെ മറുപടി. കേസിന്റെ തുടക്കം മുതൽ ഷൈനിയുടെ കുടുംബം നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഷൈനിയും മക്കളും മരിച്ച് ഒരാഴ്ചയായിട്ടും മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കേസിൽ ഏറെ നിർണായകമായ ഫോൺ ആവശ്യപ്പെട്ട് പലതവണ പോലീസ് കുടുംബത്തെ സമീപിച്ചിരുന്നു. ഇതിനിടെ ഫോൺ മാറ്റിയത് കുടുംബത്തിലെ ആരെങ്കിലുമാണോ എന്ന സംശയവും പോലീസിനുണ്ടായി. ഫോൺ കാണാതായതിലെ ദുരൂഹത വാർത്തയായതിന് പിന്നാലെയാണ് ഇന്ന് ഷൈനിയുടെ വീട്ടിൽ നിന്ന് ഫോൺ കണ്ടെത്തിയത്. സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ഫോൺ ലോക്കായ നിലയിലാണ്. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ ലോക്ക് അഴിച്ച ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മരിക്കുന്നതിന്റെ തലേന്ന് ഭർത്താവ് നോബി ലൂക്കോസ് ഫോണിൽ വിളിച്ച് അധിക്ഷേപിച്ചതാണ് ആത്മഹത്യാ പ്രേരണയെന്നാണ് പോലീസ് നിഗമനം. ഇത് മുൻനിർത്തിയാണ് നോബി ലൂക്കോസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലുണ്ട്. രണ്ട് ഫോണുകളും ഒന്നിച്ച് പരിശോധിക്കും. ഒപ്പം ഇത്രയും ദിവസം ഫോൺ ഒളിപ്പിച്ചതാരെന്ന് സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകും. പല കാര്യങ്ങളിലും ഷൈനിയുടെ മാതാപിതാക്കൾ നൽകിയ മൊഴികളിലും പോലീസിന് പൂർണ്ണ തൃപ്തിയില്ല. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എത്തിയതിനു ശേഷം സ്വന്തം വീട്ടിലും ഷൈനി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നും അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ കുര്യാക്കോസിന്റെയും അമ്മ മോളിയുടെയും മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. ഷൈനിയുടെ സഹോദരങ്ങളോടും കൂടുതൽ വിവരങ്ങൾ തേടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഷൈനിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ മാറ്റി പറഞ്ഞത്? ആ ഫോൺ എൻ്റെ മകളുടെ ഫോൺ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അന്വേഷിക്കുക പോലീസേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കേണ്ടത് ആരായിരുന്നു? അച്ഛനും അമ്മയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ മാറ്റുകയും മൊഴികൾ ഇങ്ങനെ മാറ്റി പറയുകയും ചെയ്തത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന വീട്ടിൽ പോലും ഈ ഷൈനിക്ക് നിക്കക്കണ്ണി ഇല്ലാതെ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ സ്വന്തം വീട്ടിലും ഈ പറയുന്നവരുടെ ക്രൂരതകൾ ഉണ്ടായിരുന്നു. അത് തന്നെ കഴിഞ്ഞൊരു വോയിസ് മെസ്സേജ് ഞാൻ വിട്ട സമയത്തും പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, അമ്മയോട് കൊച്ചിനെ നോക്കാൻ പറഞ്ഞിട്ടും അമ്മ കൊച്ചിനെ നോക്കാനായിട്ട് വിസമ്മതിച്ചു. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഷൈനിയെ കൊണ്ടുപോയി മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇതെല്ലാ രേഖകളും ഈ ഫോണിലുണ്ട്. അപ്പോൾ ആരുടെയോ ഒരു ഇടപെടൽ കാരണമാണ് ഈ ഫോൺ ഒളിപ്പിച്ചു വെച്ചതും ഇപ്പം നിക്കക്കണ്ണി ഇല്ലാതെ ഫോൺ കൊണ്ടുവന്ന് കൊടുക്കേണ്ടതായിട്ട് വന്നത്. ഇനി പോലീസ് കണ്ടുപിടിച്ചോളും അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. ഈ പറയുന്ന അപ്പച്ചനായാലും ഈ പറയുന്ന ഏതവനായാലും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പറയുന്ന നോബി മദ്യപിക്കത്തേയില്ലായിരുന്നു എന്നൊക്കെയാണ് നോബിയുടെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും പറയുന്നത്.
എന്നാൽ അതല്ല പോലീസ് പറയുന്നത്. മദ്യപിച്ചുകൊണ്ട് ഫോൺ വിളിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നു. അത് മാത്രമല്ല അയൽവക്കക്കാരെല്ലാവരും പറയുന്നു ഇവർ ഈ പറയുന്ന ഈ ഷൈനിയുമായിട്ട് നിരന്തരം വിഷയം ഉണ്ടാകുമായിരുന്നെന്നും ഈ നിരന്തരം ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നെന്നും എല്ലാം നാട്ടുകാർ പറയുന്നു. ഇവർ പറയുന്നു ഒരു കുഴപ്പവുമില്ല, ഞങ്ങളുടെ കുടുംബം സന്തുഷ്ട കുടുംബമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനൊരു വിഷയമേ ഇല്ല, ഈ പറയുന്ന എൻ്റെ മോൻ ഒരു മദ്യത്തിൻ്റെ ഒരു തുള്ളി പോലും മണപ്പിക്കത്ത് പോലും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അമ്മ പറയുന്ന മകനെ വെളുപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു. ഞങ്ങളിവിടെ സ്വൈര്യമായിട്ട് 10-15 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അന്നൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനും അവളും കൂടെ പറമ്പിലിറങ്ങി പണിയും. അവളുടെ ഒപ്പം ഞാനും ഉണ്ട്. അടുക്കളയിലെ പണിയിൽ അവൾ തന്നെ ചെയ്യും. ബാക്കി എല്ലാ പണിയിലും ഞാൻ ഈ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ പന്നി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എങ്ങും ഒരു പന്നിയെ വളർത്തിയിട്ടില്ല. പണ്ട് ഉണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുടുംബം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ഏത് പറഞ്ഞാലും ഞങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റിയല്ലോ. ഞങ്ങളതെല്ലാം സ്വീകരിക്കും. ഞങ്ങൾക്ക് പോയത് ഞങ്ങളുടെ കുഞ്ഞും പോയി. അവൾ 15 വയസ്സായിട്ട് 15 വർഷമായിട്ട് ഞാൻ അവളെ കണ്ടുകൊണ്ട് അവളെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് പോയതാണല്ലോ. ഇങ്ങനെയൊക്കെ പോയത് ദൈവനിശ്ചയമായിട്ട് ഞാൻ കരുതും. അമ്മ എത്ര നിഷ്കളങ്കമായിട്ടും എത്ര താഴ്മയോടുമാണ് വർത്തമാനം പറയുന്നത്. അവിടെ ഒരൊന്നുമില്ല, 15 വർഷമായിട്ട് എൻ്റെ കൂടെ വന്നൊരു പെൺകുഞ്ഞല്ലേ, ഞാൻ നല്ല രീതിയിലാണ് അതിനെ നോക്കിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നാട്ടുകാർ പറയുന്നു അങ്ങനെയല്ല, ഈ ഷൈനിയെ അവിടെ ഉപദ്രവിച്ചിരുന്നു. ഷൈനിക്ക് നേരെ ഈ പറയുന്ന സഹോദരനായിട്ടുള്ള അച്ഛനും ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുമ്പോൾ അമ്മ വെളുപ്പിക്കുക. ഞങ്ങൾ ആ കൊച്ചിനെ നല്ല രീതിയിലാണ് നോക്കിയെന്ന്. നല്ല രീതിയിൽ ആ കൊച്ചിനെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അമ്മ പറയുമോ കുടുംബശ്രീയിലെ പൈസ എടുത്തത് നിന്റെ വീട്ടിലേക്കാണെന്നും ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ലെന്നൊക്കെ കഴിഞ്ഞൊരു വോയിസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി ഒന്ന് കേട്ടു നോക്കും. അപ്പോൾ ഈ തള്ള ചുമ്മാ തള്ളി വിടുകയാണ്. നിങ്ങളുടെ തള്ളലൊക്കെ വീട്ടിൽ മതി, നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. ഇനി ഇവർ പറയാൻ പോകുന്നത് ഷൈനിയെ ഈ രോഗി മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഇവർ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ കേട്ടോണോ? മർദ്ദിച്ചിട്ട് പോലുമില്ല, ഞങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ സാറേ ഞാൻ കണ്ടിട്ടില്ല. അന്നാണേലും ഞാനത് കണ്ടില്ല. ഞാൻ ഒരൊച്ച കേട്ടേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ താന്ന് കിടക്കുമായിരുന്നു. തന്ന അവളോട് ഞാൻ പഞ്ചായടിക്കും പഞ്ചസാര എന്നിട്ട് ഒരു ഈ ശർക്കരയും വായിലിട്ട് ഞാൻ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പുറം എൻ്റെ മുറി. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല. ഈ നോബി ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പപ്പായും ഞാനും ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അവിടെ കിടക്കാതെ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവന് അമിതമായിട്ട് കുടിച്ചും കണ്ടിട്ടില്ല ഞാൻ. പിന്നെ കുടിക്കാലെന്ന് ഞാൻ പറയാല, അവൻ കുടിക്കുന്നുണ്ട്. കുടിക്കത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, അവൻ കുടിക്കുമായിരുന്നു. പക്ഷെ അധികമായിട്ടൊന്നും കുടിക്കത്തില്ലായിരുന്നെന്ന്. അമ്മയെ കാണിച്ചുകൊണ്ടാണോ അമ്മ കുടിക്കുന്നത്, അതോ അമ്മ മോനെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? വീട്ടിൽ ഈ ഷൈനിയെ ഉപദ്രവിക്കുന്നു എന്ന് ഷൈനി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ വീടിൻ്റെ അയൽവക്കത്തുള്ളവർ പറയുന്നു, നിങ്ങളുടെ വീടിൻ്റെ അയൽവക്കത്തുള്ളവർ പറയുന്നു, കണ്ടവരെല്ലാം പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇവൻ നല്ല മകനായിരുന്നു എന്ന്. ഇവൻ നല്ല മകനായിരുന്നു എങ്കിൽ ആ പറയുന്ന കുടുംബശ്രീയുടെ പൈസയിലും അടച്ചു കൊടുക്കത്തില്ലായിരുന്നോ? അപ്പോൾ ഇവനൊന്നും ചെയ്യാത്തവനൊന്നും അല്ലല്ലോ. നിങ്ങൾ അങ്ങ് വെളുപ്പിച്ചങ്ങ് പോകാതെ അവിടെ നിൽക്കേ, കുറച്ചവിടെ നിൽക്കേ. ഇതിലൊക്കെ വരും, തെളിവുണ്ട്. ഇവിടെ എന്തെങ്കിലും അന്ന് തന്നെയാണെങ്കിലും അതിനാന്ന് പറയാ ഈ അവൻ പോകുക. അപ്പോൾ കുറച്ച് വളം മേടിച്ച് ആ വളം ഇടാനായിട്ട് ഇവർ പോയതാണ്. അല്ലാതെ ഞാൻ അത് എന്നെ ഇതെന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു 10-11 മണിയായപ്പം തൊട്ട് ഞാൻ തളർന്ന് കിടക്കണമായിരുന്നു. ഇപ്പോഴും അതെ, എനിക്ക് ഇന്നലെ പള്ളി വെച്ചുണ്ടായി. അങ്ങനെ അമ്മച്ചി അവിടെ വെളുപ്പിക്കാനായി നോക്കി. ഇനി ചോദിക്കുന്ന ഇതാണ്, ഇവിടെ ഈ ഷൈനി നോബിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ഈ അച്ഛൻ പറഞ്ഞിരുന്നു. അതായത് ഷൈനിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് വിളിച്ചുകൊണ്ട് വന്നതെന്നും ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും അവിടെ കേസുണ്ടെന്നും ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കേസേ ഇല്ലെന്നാണ് ഈ നാത്തൂൻ പറയുന്നത്. അമ്മയും പറയുന്നു അങ്ങനെ ഒരു കേസില്ല എന്ന്. ഇതെന്ത് വിചിത്രമാണാവേ, എന്ത് വിചിത്രമായി ഇത്. ഇതിപ്പോൾ ആരെയും നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത്? അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷൈനിയുടെ അച്ഛൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നു, ഇവിടെ ഇവർ പറയുന്നു അങ്ങനെ ഒരു കേസേ ഇല്ലെന്ന്. കൊള്ളാം, നിങ്ങൾ പൂളാക്ക്, നിങ്ങൾ ജനങ്ങളെ പൂളാക്ക്, എത്രത്തോളം പൂളാക്കാൻ പറ്റും അത്രത്തോളം ആക്ക്. എൻ്റെ പൊന്നെ, അങ്ങനെ ഒരു പരാതി ഇല്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു നിങ്ങൾക്കറിയാം, നമ്മളൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇത് കാണുമല്ലോ. നിങ്ങൾ അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഇല്ലാത്ത പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാതി കൊച്ചെന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ചേച്ചിക്ക് തന്നെ സത്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾ ഇങ്ങനെ കൊടുത്തതിന് പറയാൻ അതിനൊരു തെളിവുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾക്കൊന്നും ഒരു ഇത് കാണുമല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലാതെ അവിടെ അവർ പറഞ്ഞു കേട്ടു ഇവിടെ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. അവിടെ നിങ്ങൾ പോയി അന്വേഷിക്കുന്ന പറയുന്നത് ഇങ്ങനെ ഒരു കേസേ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് അവരുടെ അച്ഛൻ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരാണ് കള്ളത്തരം പറയുന്നത്?
ആരാണ് കള്ളത്തരം പറയുന്നത്? ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇത് പൊളിച്ചടുക്കി കൊടുത്താലേ പറ്റത്തുള്ളൂ. എന്തായാലും ഇത് പൊളിച്ചടുക്കി കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ ക്ലിയർ ആക്കി തരാം. പിന്നെ ഈ പറയുന്ന ഷൈനിയോട് എങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നതെന്നുള്ള ചോദ്യത്തിന് അമ്മ പറയുന്ന ആ ഒരു കാര്യം കേട്ട് നോക്കിയാൽ നിങ്ങൾ, ഇത്രമാത്രം തേനൊഴുകുന്ന ആ ഒരു വാക്കുകളിൽ, എന്താ തേനൊഴുകുന്നത്. ഞങ്ങളിവിടെ യോജിച്ച് ഇവിടെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ഒരു കുടുംബം കണ്ടില്ല. വേലക്കാരിയെ പോലെയാണ് നിങ്ങൾ കണ്ടതെന്നാണോ പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിയുന്ന പണിയാ അത്. അവള് തന്നെയാന്ന് എന്തും പറഞ്ഞോട്ടെ, എനിക്ക് അതൊന്നും ഒന്നും പറയാനില്ല. എനിക്ക് എന്തും പറഞ്ഞോട്ടെ, അത് പോലീസ് ഇടപെടുന്നുണ്ട്. ശരിയായ മാർഗം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റിയതായിട്ടില്ലെന്നാണോ? ഞാൻ മകനെയും തെറ്റ് പറയുന്നില്ല, ഞാൻ അവളെയും തെറ്റ് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നേരം ഇങ്ങനെ തളർന്ന് കിടക്കുമായിരുന്നു. അമ്മ പറയുന്നത് ഈ പരിസരത്ത് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂട്ടം നല്ലൊരു കുടുംബം ഇല്ലെന്നാണ് പറയുന്നത്. പരിസരത്തൊക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ കൗൺസിലർ വരെ പറയുന്നു അവിടെ വഴക്കുണ്ടായിരുന്നു, ഈ പറയുന്ന ഷൈനിയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവിടുന്ന് നിരന്തര പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ ഇവർ പറയുകയാണ് ഒരു കുഴപ്പവുമില്ല എന്ന്. എന്തായാലും ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു അമ്മച്ചി. ഇപ്പം തൽക്കാലത്തേന് അമ്മച്ചി പറഞ്ഞത് അങ്ങ് വിശ്വസിച്ചു, നാത്തവും പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചു. എന്നാൽ ഈ പറയുന്ന നോബി ഇപ്പം റിമാൻഡിലാണല്ലോ അമ്മച്ചി. അതെന്തിനാ അമ്മച്ചി ചുമ്മാ അങ്ങ് റിമാൻഡ് ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ അവിടോട്ട് നിൽക്കട്ടെ അമ്മച്ചി. ഇതൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞെടുക്കുന്ന ഒരു ദിവസം വരും. അതിനായിട്ട് അമ്മച്ചി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അമ്മച്ചിയുടെയും ഈ നാത്തൂൻ്റെയും അമ്മച്ചിയുടെ മക്കളുടെയും എല്ലാം വെളിയിൽ വരും. അതോടൊപ്പം തന്നെ ഷൈനിയുടെ വീട്ടിലുള്ള അപ്പൻ്റെയും അമ്മയുടെയും ആ കാര്യങ്ങളും പുറത്ത് വന്നേ തീരൂ. ഈ പറയുന്ന പാവം പിടിച്ച ഒരു പെങ്കൊച്ചിനെയും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഒരുത്തനും അങ്ങനെ അങ്ങോട്ട് സുഖിച്ച് ജീവിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റിസ് ഫോർ ഷൈനി, ഇതാണ് എൻ്റെ ഒരു മുദ്രാവാക്യം. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും